ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇന്ന് ബുധനാഴ്ചയാ. അപ്പൊ അവള് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞതോ? ഓ, ചിലപ്പോ തെറ്റിയതായിരിക്കും അല്ലേ. എനിക്കിങ്ങനെ സംഭവിച്ചു. പിന്നെ അവളൊരു പരിഭ്രമത്തില്. എനിക്കും അതെ. ഒടുക്കത്തെ ബില്ല. മരുന്നുകൾക്കൊക്കെ എന്താ വില? എപ്പോ നോക്കിയാലും ദാരിദ്ര്യം പറിച്ചാണല്ലോ അമ്മേ. എടുത്ത് ചെലവാക്കാൻ കൊണ്ടുവന്ന് വച്ചേക്കാണോ നീ? നിന്റെ ഇത്ര സംസാരം കേൾക്കുമ്പോഴാ ഭ്രാന്ത് വരുന്നത്. വഴക്കൊന്നും വേണ്ട അമ്മേ. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കാം. അമ്മയെന്ന് ആക്കുന്ന എടുത്തു വെക്ക്. അമ്മേ, മുത്തശ്ശി, അമ്മേ, ശരത്തേട്ടൻ വിളിച്ചിരുന്നു കേട്ടോ. അവരിപ്പ ഇങ്ങെത്തും. പാർവതി കേട്ടില്ലേ മോള് പറഞ്ഞത്? വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി വെക്കേ. ആശുപത്രി ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടാവും അവര്. ചെയ്യാമേ, ഇവിടെ അവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അയ്യോ, കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഈ വീടൊന്ന് പുതുക്കി പണിയായിരുന്നു. പെയിന്റും അടിക്കായിരുന്നു. മുറ്റത്തെ ചുവന്ന കാർപ്പറ്റും വിരിക്കായിരുന്നു. ആ മോളെ, നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാരെ കൂടെ വിളിച്ചാലോ? ആവാച്ചാ. ചെണ്ടമേളവും പിന്നെ ഈ 2 വശത്തുനിന്ന് ഈ പൂക്കളൊക്കെ അറിയാൻ വേണ്ടിട്ട് കുറച്ച് പെൺകുട്ടികളെ വേണേ വെക്കാലോ. എങ്കിൽ കളർഫുൾ ആയിരിക്കും. മതി കളിയാക്കിയത്. മരണത്തിന്റെ മുന്നിൽ ശരത്ത് രക്ഷപ്പെട്ടത്. അവന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ പരലോകത്തെത്തിയനെ. അത് ശരിയാ. ദുഷ്ടന്മാരൊന്നും അത്ര പെട്ടെന്ന് മരിക്കില്ല. എന്ത് ദുഷ്ടത്തെ അടി അവൻ നിന്നോട് ചെയ്തത്? ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നിത്യമോളെ, നിന്നെ കെട്ടാൻ പോകുന്ന ഒരാളെ കുറിച്ചാ ഇവളിങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ നിനക്ക്. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ മുത്തശ്ശി. ഇവരെന്ത് പറഞ്ഞാൽ എന്താ? ശരത്തേട്ടൻ എന്താണെന്ന് നമുക്കറിയാലോ. വേണ്ടി വന്നാലേ മുത്തുകൊടയും ഞങ്ങൾ പിടിപ്പിക്കും. അതിന് നിങ്ങൾക്കെന്താ? നിങ്ങളെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. കേട്ടോ? കേട്ടു. അപ്പൊ ഞാനെന്താ പറഞ്ഞു നിർത്തിയേ? അവര് വരുമ്പോ ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുതെന്ന് അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പാലിക്കാൻ പറ്റണം. ശരത്തേട്ടന്റെ അമ്മയും കൂടെ ഉണ്ടേ. കോടീശ്വരന്മാരാണെന്ന് അറിയാലോ അവര്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മൾ കാണിക്കണം. നീ പേടിക്കണ്ട. ഈ വീടിനെയും ഇവിടുത്തെ ആളുകളെയും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അത് മതി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഓ, നീ കൂടുതൽ എളിക്കല്ലേ. പൊയ്ക്കോണോ അപ്പുറത്തേക്കെങ്ങാനും? അമ്മേ, ശരത്തുവൻ വരുന്നോണ്ടേ ഒരു പഞ്ചാരി മേളം കൂടെ സെറ്റ് ചെയ്തു. വാമോ. ഹാപ്പി അത്തം. ഹാപ്പി ഓണമെന്നല്ലേ പറയാറ്? അത്തമെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇന്നല്ലേ റൂബി അത്തം? ഞാനിന്ന് പൂക്കളം ഇട്ടു. ചുവന്ന നിറങ്ങളുള്ള പൂക്കളാ ഞാനിന്ന് ഉപയോഗിച്ചത്. എന്താ നിറത്തിന്റെ അർത്ഥമെന്നറിയോ? അപായം, ഡേഞ്ചർ. നീ കുഴപ്പം വല്ലതും കാണിക്കാൻ പോവാണോ? ഇന്നല്ല, തിരുവോണത്തിന്റെ അന്ന്. ആ മനോഹരനില്ലേ, പൊതിഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണത്തില് വിഷം കലക്കി കൊടുത്ത് എന്റെ അച്ഛനെ കൊന്ന മനോഹരൻ, അയാളെ ഞാനങ്ങ് തീർക്കാൻ പോവാ. ഓണല്ലേ, പായസം കുടിക്കാതെ പറ്റുമോ? ഞാൻ കൊണ്ടുവന്ന പായസത്തിലായിരിക്കും വിഷം. നീ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. അന്വേഷണം എങ്ങനെ വന്നാലോ? അന്വേഷണം എനിക്ക് പുല്ല്. കൂടി വന്ന അറസ്റ്റ് ചെയ്യും. ഞാൻ ലീഗലി ഫൈറ്റ് ചെയ്തോളാം. ഇത് നല്ല അവസരം റൂബി. ഇത് മിസ് ചെയ്താ ഇനിയൊരു അവസരം കിട്ടണമെന്നില്ല. ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. അറിയാവോ അതെന്താണെന്ന്? എന്താ? മനോഹരൻ മരിച്ച ദേവികയുടെ കല്യാണം മുടങ്ങും.
ശകുനപ്പിഴയുള്ള പെണ്ണായിട്ട് അവള് മുദ്ര കുത്തപ്പെടും. സിദ്ധുവേട്ടന് ആ കല്യാണത്തിന് പിന്മാറേണ്ടിയും വരും. ദേവിക ഒഴിഞ്ഞ ആ സ്ഥാനം കിട്ടാൻ പോകുന്നത് എനിക്കാണെന്ന് നിനക്കറിയാലോ. അതെനിക്കറിയാം. എന്റെ യഥാർത്ഥ ലക്ഷ്യം അതാണ് റൂബി. സിദ്ധുവേട്ടൻ പക്ഷെ കൊലപാതകമാ, ജാമ്യം പോലും കിട്ടത്തില്ല. അതൊക്കെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തോളാം. ആർക്കും ഒരു സംശയം തോന്നില്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്തെന്നാ മാത്രം മതി. എന്താ അത്? കുറച്ച് വിഷം സംഘടിപ്പിച്ച് തരണം. എടി, തൊപ്പി തെറിക്കുന്ന കേസ് അത് വേണ്ട. അതിന് വിഷം തന്നത് നീയാണെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ? ഒരാളോടും പറയില്ല. ഈ സമയത്ത് എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. കൈവിടല്ലേ പ്ലീസ്. റൂബി, ഇന്നത്തം 10 ദിവസം കഴിഞ്ഞാൽ തിരുവോണം. അന്ന് സുധിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു പന്തൽ ഉയരണം. തെക്ക് വടക്കായിട്ട് മനോഹരൻ ആ പന്തലിൽ കിടക്കുന്നത് എനിക്ക് കാണണം റൂബി. ശരി, നോക്കട്ടെ. താങ്ക് യു സോ മച്ച്. ശരത്തേട്ടാ, ശരത്തേട്ടാ, കുട്ടി മോനെ, എന്നാലും ഓരോരോ കഷ്ടകാലം വരുന്നതേ ദൈവാനുഗ്രഹമുണ്ട്. അതാ ഇങ്ങനെയെങ്കിലും തിരിച്ചെത്താൻ പറ്റിയത്. എന്തൊക്കെയുണ്ടമ്മേ വിശേഷങ്ങള്? സുഖമാണോ? നിന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാത്ത നേരമില്ല. ഒരുപാട് അമ്പലങ്ങളില് വഴിപാട് നേർന്നിട്ടുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. ദൈവങ്ങൾ നിസ്സഹായരായി പോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട് പാർവതി. ചിലർക്ക് വേണ്ടി എത്ര വഴിപാട് നടത്തിയാലും ഒരു ഫലം ഉണ്ടാകത്തില്ല. അതങ്ങനെയുള്ളവർക്കല്ലേ. എന്റെ മകൻ അങ്ങനെ